അസ്സലാമു അലൈക്കും. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫയർ അലാം സിസ്റ്റത്തിലെ ഫോട്ടോ ഇലക്ട്രിക് സ്മോക്ക് ഡിറ്റക്ടറെ കുറിച്ചാണ്. ഇത് ലൈറ്റ് സ്കാറ്ററിംഗ് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഫോട്ടോ ഡിറ്റക്ടറിൽ നിന്നുള്ള ലൈറ്റ് ബീം ലൈറ്റ് സ്കാറ്ററിലേക്ക് അയക്കുന്നു. അതിപ്പോൾ സ്മോക്ക് സംഭവിക്കുന്ന ടൈമിൽ അത് ലൈറ്റ് ബീം സ്കാറ്റർ ചെയ്ത് ഫോട്ടോ സെല്ലിൽ ലഭിക്കുകയും ഫോട്ടോ സെല്ലിൽ നിന്ന് അലാം സിഗ്നൽ ഫയർ അലാം പാനലിലേക്ക് ലഭിക്കുന്നു. ഇത് ഷീൽഡിൻ്റെ സ്മോക്ക് ഡിറ്റക്ടറാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടർ. ഇത് സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ ബേസാണ്. ഓക്കെ, ഇതിൽ നമ്മൾ അഡ്രസ്സിങ് ചെയ്യുന്നത് ഇവിടെ ഈ കാണുന്ന ഇതുണ്ട് 2 ഒക്കെ കാണാൻ പറ്റും. 2, 1, 4, 8, 32, 16, 64. ഇത് നമുക്ക് ഇങ്ങനെ 127 വരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 ആണെങ്കിൽ ഇത് മാത്രം നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റും. ഈ പീസ് റിമൂവ് ചെയ്യും. അതേപോലെ 3 ആണെങ്കിൽ 1ഉം 2ഉം റിമൂവ് ചെയ്യും. ഇപ്പോൾ 4 ആണെങ്കിൽ ഇത് മാത്രം 4 മാത്രം എടുക്കും. 5 ആണെങ്കിൽ 4 ഉം 1ഉം അത് രണ്ടും റിമൂവ് ചെയ്താൽ 5 നമുക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. 6 ആണെങ്കിൽ 4ഉം 2 അങ്ങനെ അഡ്രസ്സ് ചെയ്യാം. 127 വരെ സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ പ്ലേസസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇത് മൾട്ടി സ്മോക്ക് ഹീറ്റ് ഡിറ്റക്ടർ. മൾട്ടി സെൻസറിൽ ഒരു ഫോട്ടോ ഇലക്ട്രിക്കൽ സ്മോക്ക് സെൻസറും ഒരു തെർമിസ്റ്ററും അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നതിൻ്റെ സംയോജനമായിരിക്കും. ഓക്കെ, ഇത് ഓരോ സ്വിച്ച് പോലെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബേസിൽ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ബേസിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് അതിലേക്ക് പോവുക. അന്നേരമാണ് അഡ്രസ്സിങ് പ്രോപ്പർലി നമുക്ക് പാനലിൽ കിട്ടുന്നത്. ഇത് സൗണ്ടർ വിത്ത് ബേസാണ്. ഇത് നമ്മൾ ബെഡ്റൂമിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സ്മോക്ക് ഡിറ്റക്ടർ എന്ത് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഈ സ്മോക്ക് ഡിറ്റക്ടർ നമ്മൾ സൗണ്ടർ വിത്ത് ബേസിലാണ് കണക്റ്റ് ചെയ്യുന്നത്. ഇതിലിങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈ നമ്മൾ അഡ്രസ്സിങ് ചെയ്യുന്നത്. ഇപ്പോൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് പ്ലസ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടുത്തെ ഈ പോയിൻ്റ്. ആ പോയിൻ്റ് അതായിരിക്കും നമ്മളെ സിസ്റ്റത്തിൽ, അതായത് ഫയർ അലാം പാനലിൽ അഡ്രസ്സ് ചെയ്യുക. ഓക്കെ, ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് 2, 4, 16, 64, 32 ഇതെല്ലാം പ്ലസ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും നമുക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഇന്ന ബെഡ്റൂമിൽ ഇന്ന നമ്പർ നമ്മൾ സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ മുകളിൽ നോട്ട് ചെയ്ത് വെക്കും. പിന്നീട് അഡ്രസ്സ് ചെയ്യും. ഫയർ അലാം ടെസ്റ്റിംഗ് കമ്മീഷനിങ് ചെയ്യുന്ന ടൈമിൽ ഈ നമ്പർ ഇന്ന ഫ്ലാറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്ത് അഡ്രസ്സ് ചെയ്യും. ഓക്കെ, ഇത് സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ ബേസാണ്. LPCP ഫയർ അലാം കേബിളാണ് യൂസ് ചെയ്യുന്നത്, ഷീൽഡിൻ്റെ. ഓക്കെ, 2 കോർ കേബിളാണ്. ഇതിൽ പോസിറ്റീവ് L1ലും നെഗറ്റീവ് വന്നിരിക്കുന്നത് L2ലും. 24 വോൾട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. 2 കേബിളിൻ്റെയും പോസിറ്റീവ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നു, നെഗറ്റീവ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നു. റിമോട്ട് ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യുന്ന ലൊക്കേഷനാണ് ഇവിടെ. ഇത് റിമോട്ട് ഇൻഡിക്കേറ്ററിൻ്റെ കേബിൾ വരുന്നത് R+ ഇവിടെ കണക്ട് ചെയ്യും, ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഇതാണ് ഈ ബേസിലുള്ള ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അഡ്രസ്സിങ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർഫേസിങ് കൺട്രോൾ മൊഡ്യൂളാണ്. ഓക്കെ, ഇൻ്റലിജൻ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. 2 കേബിള്, അതായത് പാനലിന് വരുന്ന 2 കേബിൾ ലൂപ്പ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് IP വന്നിരിക്കുന്നത് ഇൻപുട്ട് സ്വീകരിക്കുക. അതായത് സോൺ കൺട്രോൾ വാൾവ് അങ്ങനത്തെ വരുന്ന സിഗ്നൽ ഈ IP പോസിറ്റീവ് നെറ്റിൽ കണക്ട് ചെയ്യും. ഈ NC കോമൺ എന്നോ
അതിൽ വരുന്ന കണക്ഷൻ FHU, ഫാൻസ് കൺട്രോള്, ഗേറ്റ് ബാരിയർ, ഡാമ്പർ എന്നീ ഡിവൈസിൽ നിന്ന് വരുന്ന സിഗ്നൽസ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഓക്കെ, കൊടുക്കുന്നത്. അതായത് നമ്മൾ സിഗ്നൽ, അത് ഫയർ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള സിഗ്നൽ കൊടുക്കുന്നതാണ്. NC, CO അല്ല NO കോമൺ. ഓക്കെ, IP നെഗറ്റീവ് പോസിറ്റീവിൽ വരുന്നതാണ് സോൺ കൺട്രോൾ വാൾവ്. അതായത് സോൺ കൺട്രോൾ വാൾവ് ഓപ്പൺ ആണെങ്കിൽ അതിനു വേണ്ടിയുള്ള സിഗ്നൽസ് സ്വീകരിക്കുന്നതാണ് IP. ഓക്കെ, ഇത് റിമോട്ട് ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, റിമോട്ട് ഇൻഡിക്കേറ്റർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫോൾസ് സീലിംഗ് ഹൈറ്റ് കൂടുതലുള്ള ലൊക്കേഷനിൽ ഈ സ്മോക്ക് ഡിറ്റക്ടർ നമ്മൾ ഹൈ ലെവലിലാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഈ സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ ബേസിൽ നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, R+ ആൻഡ് നെഗറ്റീവ്. അതിൽ നമ്മൾ ഈ സെയിം ഫയർ അലാം കേബിൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് സൈഡ് നമ്മൾ എന്താക്കും, ഇവിടെ ഏതാ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ കാണാം. 1+, 2 നെഗറ്റീവ്. ഇവിടെ നമ്മളിത് കൊടുക്കും, കണക്ട് ചെയ്യും. എന്നിട്ട് എന്താവും, സ്മോക്ക് ഡിറ്റക്ടർ ഫോൾസ് സീലിംഗിൻ്റെ ടോപ്പിലായിരിക്കും ഉണ്ടാവുക. ആ ടൈമിൽ നമുക്കതിൻ്റെ ഡിറ്റക്ഷൻ കാണാൻ സാധിക്കില്ല. അത് ഈ റിമോട്ട് ഇൻഡിക്കേറ്റർ വഴിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഇത് ഫോൾസ് സീലിംഗ് ബിലോ ആയിട്ടാണ് ചെയ്യുക. അതായത് 1.5ൻ്റെ മുകളിൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ, ഫോൾസ് സീലിംഗ് ഉണ്ടെങ്കിൽ, ഫോൾസ് സീലിംഗിൻ്റെ ഹൈറ്റിൽ നമ്മൾ എന്തായാലും സ്മോക്ക് ഡിറ്റക്ടർ ഇൻസ്റ്റാൾ ചെയ്യും. അത് ആ ലൂപ്പ്, സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ ലൂപ്പ് ഇതിലേക്ക് കൊടുക്കും. സെയിം അഡ്രസ്സിങ് ആയിരിക്കും ഇതിൻ്റെതും. ഓക്കെ, ഇതിൽ മെൻഷൻ ചെയ്യുന്ന അഡ്രസ്സ് സെയിം ആയിരിക്കും. ഇത് എമർജൻസി ബ്രേക്ക് ഗ്ലാസ് ആണ്. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ ഞങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബ്രൗൺ കളർ 2 പോസിറ്റീവ് കൊടുക്കും ലൂപ്പിങ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിലുണ്ട്. ഓക്കെ, ഇത് 2 കേബിൾ ലൂപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എമർജൻസി കേസിൽ നമ്മളിത് പ്രസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഫയർ വന്നു സോൺ ഏരിയയിൽ, അല്ലെങ്കിൽ അത് സ്റ്റെയർ കേസ് ഏരിയ എവിടെയെങ്കിലും, അതായത് കോറിഡോർ ഏരിയ അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ, ഇവിടെ ഏതെങ്കിലും ഫയർ വന്നാൽ സഡൻലി നമ്മളെന്തൊക്കെ എമർജൻസി ബ്രേക്ക് ഗ്ലാസ് പ്രസ് ചെയ്യും. ഓക്കെ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടൈഡ് ഇതാവും. ഓക്കെ, അത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ത് ചെയ്യണം, റീസെറ്റ് ചെയ്യാൻ ഫയർ ഇതിൻ്റെ സിഗ്നൽ പിന്നെ ഫയർ പാനലിലേക്ക് പോകും. ഓക്കെ, ഇത് നമ്മൾ റീസെറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്ത ശേഷം ഒരു കീ ഉണ്ടാവും. ഇതാണ് കീ. ഓക്കെ, ഈ കീ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ബ്രേക്ക് ഗ്ലാസിൻ്റെ അഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈ 1 2 3 4 5 6 8 6 7 8 ഓക്കെ, ഇതാണ് നമ്പർ നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ ബ്രേക്ക് ഗ്ലാസിൻ്റെ നമ്പർ. ഇപ്പോൾ ബ്രേക്ക് ഗ്ലാസിൻ്റെ അഡ്രസ്സ് 7 ആണെങ്കിൽ 1 2 4 അത് മുകളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ 1 2 4ൻ്റെ 7 ആണ് കിട്ടുക. ഇത് വേറൊരു ടൈപ്പ് ബ്രേക്ക് ഗ്ലാസ്സാണ്. ഓക്കെ, ഇത് വെയർഹൗസ് ടൈപ്പിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൈവച്ചിട്ട് നേരെ താഴോട്ടേക്ക്. ഓക്കെ, അന്നേരം എന്താ, ഇത് നമ്മൾ ഫയർ വന്ന ടൈമിൽ നമ്മൾ പ്രസ് ചെയ്യും, ഇങ്ങനെയാണ് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അത് റീസെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ കാണുന്ന കീ ജസ്റ്റ് എന്താക്കും, ഓപ്പൺ ചെയ്തിട്ട് വലിക്കും. ഓക്കെ, അന്നേരം റീസെറ്റായി. ഇത് കീ തിരിച്ചിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വലിക്കുമ്പോൾ റീസെറ്റായി. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിഭാഗം ഒന്ന് നോക്കാം. ഇതിലും അതേപോലെ നമുക്ക് അഡ്രസ്സിങ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ഗ്ലാസ് പറഞ്ഞ പോലെ തന്നെ എമർജൻസി പുഷ് ബട്ടൺ, ഇതിൻ്റെ അതേപോലെ തന്നെ നമുക്ക് അഡ്രസ്സിങ് ചെയ്യാം. 1 2 3 4 5 6 7 8 7 വരെ ഉള്ളത്. അതിൻ്റെ ഏതാണ് നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോൾ 34 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ബട്ടൺ 2 താഴോട്ടേക്ക് കൊടുക്കുക. അതായിരിക്കും ഈ ബ്രേക്ക് ഗ്ലാസിൻ്റെ അഡ്രസ്സ്. ഓക്കെ, ഇത്ര സിമ്പിളാണ്, വേറെ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത് കീ നമ്മൾ റിമൂവ് ചെയ്ത് വെക്കും. ഓക്കെ, താങ്ക്സ്. ഇത് സൗണ്ടർ വിത്ത് ഫ്ലാഷറാണ്.
ഓക്കെ, ഇത് ഫയർ അലാം പാനലായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ബേസാണിത്. ഇതിലാണ് നമ്മൾ എന്താ കണക്ഷൻ കൊടുക്കുന്നത്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ലൂപ്പിംഗ് 2 കേബിൾ അങ്ങനെ കൊടുക്കും. ഇത് കാണുന്നുണ്ട്, എൽ പോസിറ്റീവ് എൽ നെഗറ്റീവ്. ഓക്കെ, ഇത് കണക്ട് ചെയ്തതിനാൽ ഇത് കണക്ട് ചെയ്ത് അതായത് ഇത് വെച്ച് നമ്മൾ ഇത് സെറ്റ് ചെയ്താൽ മാത്രമേ അത് കണക്ഷൻ ലൂപ്പാവും. ഓക്കെ, ഇതിൻ്റെ ഇൻസൈഡ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാം. ഇത് ഈ ഭാഗത്തുള്ള അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ട്യൂൺ അഡ്ജസ്റ്റിംഗ് ആണ്, സൗണ്ടിൻ്റെ ട്യൂൺ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഡൗണിലുള്ളത് അതായത് ഈ സൗണ്ടറിൻ്റെ ഫ്ലാഷ് വിത്ത് സൗണ്ടറിൻ്റെ നമ്മൾ അഡ്രസ്സിങ് ചെയ്യുന്നതാണ്. ഓക്കെ, അഡ്രസ്സിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 3 ഏതെങ്കിലും നമ്പർ നമ്മൾ ഏത് നമ്പറാണോ അഡ്രസ്സ് ചെയ്യുന്നത് ആ നമ്പറിലോട്ട് താഴോട്ടേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിലിപ്പോൾ ഇത് സ്പീക്കറിൻ്റെ കണക്ഷനെ കുറിച്ച് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് വരും. ഇവിടെ എഴുതിയിട്ടുണ്ട് കോമൺ. പിന്നെ സ്പീക്കറിൻ്റെ സൗണ്ട് അനുസരിച്ച് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യും. ഇത് പോസിറ്റീവ് വയർ ഇതിലേതെങ്കിലും ആണ്. സ്പീക്കറിൻ്റെ സൗണ്ട് അനുസരിച്ച് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ബാക്ക് സൈഡാണ്. ഓക്കെ, ഇത് ഷീൽഡിൻ്റെ സ്പീക്കറാണ്. SSPK W200 ആണ്. ഓക്കെ, ഇതിൽ ടാപ്പ് ചെയ്യുക. പവർ ടാപ്പ് 0.5 വാട്ട് ഉണ്ട്, 0.25 വാട്ട്, 0.51 വാട്ട്സ്. ഇതനുസരിച്ച് നമുക്കിവിടെ ടാപ്പ് ചെയ്യാം. അതിൻ്റെ സ്പീക്കറിൻ്റെ സൗണ്ട് വേരി ചെയ്യും. ഓക്കെ, ഇവിടെ കോമണ് 0.5, 0.25, 5, 1, 2.